ഹലോ വെൽക്കം ബാക്ക് ടു സിംപ്ലി മൊമെൻറ്റ്സ്. ഇന്നത്തെ വീഡിയോ ഒരു കമ്മലിൻ്റെ മേക്കിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗ്ലാസ് ഷീറ്റിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സ്റ്റോൺ ചെയിൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സ്റ്റോൺ ചെയിൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കമ്മൽ ഇഷ്ടമായോ അല്ലേ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ, കമൻറ്റിൽ കൂടെ ഒന്ന് പറയണം കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇനി അതിൻ്റെ സെൻറ്ററിൽ ഞാൻ കുന്തൻ സ്റ്റോൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെയുള്ള കുന്തൻ സ്റ്റോണാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനി കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ആ ഒരു സെൻറ്റർ ഭാഗത്ത് കുറച്ച് ആ ഒരു ബീഡ് ചെയിനും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ രണ്ട് അറ്റത്തും കുറച്ച് വീതം ബീഡ് ചെയിനും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിത് വീഡിയോ പരമാവധി ലെങ്ത്ത് കുറച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ലെങ്ത്തുള്ള ഒരു മേക്കിംഗ് ആണ്. അപ്പോൾ പരമാവധി ലെങ്ത്ത് കുറച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചതിന് ശേഷം ഇനി ആ രണ്ട് കോർണറിലും ആ ഒരു സ്റ്റോൺ ചെയിനും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കുന്തൻ സ്റ്റോൺ ഞാനവിടെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ബീഡ് ചെയിൻ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ആ രണ്ട് കോർണറിലും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബീഡ് ചെയിൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കണം എന്നൊന്നുമില്ല. ചെറിയ ബീഡ്സോ അതേപോലെ ചെറിയ സ്റ്റോണോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു ബീഡ് ചെയിൻ വളരെ കുഞ്ഞതായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇത് രണ്ട് കോർണറിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ബീഡ് ചെയിൻ അത്ര ഉള്ളൂ ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അത് ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ആ ഒരു സ്റ്റോൺ ചെയിൻ ഞാൻ ഒരു ലെയറും കൂടി ഒന്ന് അതിൻ്റെ പുറത്തായിട്ട് ഒരു ലെയറും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തീരെ കനം കുറഞ്ഞതുപോലെ ഒന്ന് ഫീൽ ചെയ്തു. അപ്പം അതുകൊണ്ട് ഒരു ലെയറും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ലെയറും കൂടെ ഒന്ന് പെട്ടെന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു സ്റ്റഡും കൂടെ ഒന്ന് ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കമ്മലിനുള്ളതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ആ കമ്മലിൻ്റെ ആ ഒരു തൂങ്ങലുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ ഒരു ചെറുത് നമുക്ക് സ്റ്റഡിനും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റഡിനുള്ളത് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം സെറ്റായിട്ടുണ്ട്. അടുത്ത ഈ ഒരു രണ്ട് സ്റ്റഡും കൂടെ ഒന്ന് പെട്ടെന്ന് സെറ്റാക്കാം. അപ്പോൾ ഇത്രയാണ്. ഇനി നമ്മൾ ആ ഒരു കമ്മലിൻ്റെ ബാക്കിൽ ആ ഒരു ഐപ്പിന് വെക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഐപ്പിന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഐപ്പിന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഐപ്പിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ രണ്ട് കമ്മലും കൂടെ ഒന്ന് സെറ്റാക്കാം കേട്ടോ. അടുത്തതായിട്ട് ആ ഒരു സ്റ്റഡിനും കൂടെ ഐപ്പിന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ആ ഒരു വാക്സ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ ബ്ലൂ വാക്സ് ഷീറ്റാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. സാധാരണ ഒരു ബ്രൗൺ നിറത്തിലുള്ള വാക്സ് ഷീറ്റാണ് അധികവും കാണാറുള്ളത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ആ കുങ്കുരൂസ് ഐപ്പിനിലൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലെയർ വെച്ചിട്ട് അതൊക്കെ ഒന്ന് അമർത്തി ഒന്ന് ശരിയാക്കി കൊടുക്കുക കേട്ടോ. ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയാണ്. അപ്പം ഞാൻ ആ ഒരു സ്റ്റഡും കൂടെ ആ ഒരു ഐപ്പിനിലേക്ക് കോർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയാണ് ഇന്നത്തെ കമ്മൽ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേന്ന് അറിയിക്കണം. ഒരുപാട് ടൈം എടുത്തൊരു കമ്മലാണ് കേട്ടോ ഇത്. നമ്മൾ നല്ല പോലെ പശയൊക്കെ ഒട്ടിപ്പിടിച്ചതിന് ശേഷമേ നമ്മളൊരു ഐപ്പിനൊക്കെ ഓപ്പൺ ചെയ്യാനും അതേപോലെ തിരിച്ച് അമർത്തി വെക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പം കമ്മൽ ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ അറിയിക്കണം. അപ്പം ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് കമൻറ്റും ലൈക്കൊക്കെ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കമ്മൽ ഇഷ്ടമായോ ഇല്ലേ എന്ന് അറിയിക്കുക. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നല്ല സ്ക്വയർ ഷേപ്പിലുള്ളൊരു കമ്മലാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.